ഇവിടെ ഇട് പിടിച്ചോ क्या हुआ तो जोन रे फोन रे इडरी എടാ എട് ട്യൂഷൻ ചോദിക്കണോ ആ പിടിച്ചു കളയണ ഇത് കളിക്കണ ബോൾ കളിക്കണ വീട്ടിനകത്താ അതിനെ എപ്പോഴും ഔട്ട്ഡോർ ഗെയിംസ് മാത്രം പോരല്ലോ ഇൻഡോർ ഗെയിംസും വേണ്ടേ എന്റെ കേശു ഇതൊക്കെ പുറത്തുനിന്ന് കളിക്കണല്ലേ നല്ലത് അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് ഓരോ സാധനങ്ങൾ പൊട്ടിയ എന്ത് ചെയ്യും അമ്മ ഞാൻ പറഞ്ഞ പുറത്തുനിന്ന് കളിക്കാന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇവിടെ നിന്ന് കളിക്കാന്ന് ആ അപ്പൊ നീയാണ് കാരണം ആ എവിടെ എപ്പം നോക്കിയാലും പുറത്തു പോയി കളിച്ചാണ് എപ്പോ നമുക്ക് പനി അങ്ങനെ പനി വരാതിരിക്കും വേണ്ടി ഞാൻ പറഞ്ഞ ആത്തിരുന്ന് കളിക്കാം അപ്പൊ എന്റെ കുഞ്ഞ് നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാണല്ലേ അങ്ങനെ അല്ലെങ്കിൽ നല്ല കാര്യം പറയുന്നവരെ എല്ലാ കാലത്തും ക്രൂശിക്കത്തല്ലേ ഉള്ളൂ ഈ അമ്മയ്ക്ക് മനസ്സിലായിണോ മക്കളെ ക്ഷമി കേശു എന്തൊരു അടുത്തത് നീലമ്മ വന്നാ ഓ കുഞ്ഞെന്താ വന്നേ വെറുതെ വന്നതാ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ എന്താണ് ഡെലിവറി ബോയ് വന്ന് കണ്ട് അതിന് പക്ഷെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല എന്താ ഓർഡർ ചെയ്തേ അല്ല എന്താ ഓർഡർ ചെയ്തേ അത് അറിയാഞ്ഞിട്ടൊരു സമാധാനം ഇല്ലല്ലേ സ്വാഭാവികമായിട്ടും ആകാംക്ഷ ഉണ്ടാവുമല്ലോ എന്താ അതിനകത്ത് എന്താ അത് ഒന്ന് പറഞ്ഞു കൊടുക്കട അല്ലെങ്കിൽ അത് ടെൻഷൻ അടിച്ച് വല്ല അറ്റാക്കും വരും ആ കൊച്ചിന് ഈ അസുഖം ജന്മനുള്ളതാണ് ഓർമ്മ വെച്ച നാളോട്ടുണ്ട് ഉണ്ടല്ലേ എന്താന്ന് പറയടാ അറിയില്ല എടാ പറയടാ ഞാൻ അതിന്റെ ചേട്ടത്തിയമ്മല്ലേ ആ കേശു പറഞ്ഞു കൊടുക്ക് വല്ലതും പറ്റിയ പിന്നെ എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അല്ല അങ്ങനൊന്നും പറ്റില്ല പറ അത് അച്ഛൻ ഓർഡർ ചെയ്തൊന്നുമല്ല ഒരു സാധനം തിരിച്ചു വിട്ടത് പാലുവച്ചനാ ഓ ആ സാധനത്തിന് പേരില്ലേ ഒരു വാച്ച് ഓൺലൈനിൽ കണ്ട് ഗുമ്മുണ്ടായിരിക്കും വെച്ച് ഓർഡർ ചെയ്ത് വന്നപ്പോ ഗുമ്മില്ല റിട്ടേൺ വിട്ട് കഴിഞ്ഞ് പാലുവച്ചൻ ഭയങ്കര ഓൺലൈൻ പർച്ചേസ് അല്ലേ ഈ ഇടയ്ക്ക് ഇങ്ങനെ കുറെ ഡെലിവറി ബോയ് വന്ന് പോകുന്നുണ്ടല്ലോ ചേച്ചി എപ്പോഴും ഇങ്ങോട്ട് നോക്കിയിരിക്കുക എപ്പോഴും അയൽവാസി അല്ലേ പിന്നെ ബന്ധുവായിപ്പോയി സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്നൊക്കെ എന്താന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഇങ്ങനെ നോക്കിയിരിക്കുന്നു ചേച്ചി എന്ത് വിചാരിച്ച് ചേച്ചിയുടെ പപ്പയ്ക്ക് മാത്രമേ കാശുള്ളൂ ഇത്രയൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും ഇത് എന്തോന്ന് ലോട്ടറി വല്ല അടിച്ചാ ഇത് ലോട്ടറി അടിച്ചാൽ മാത്രമേ നമ്മുടെ അച്ഛൻ്റെ കാശ് കാണത്തുള്ളൂ നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിലും കാശ് കാണും കാശുണ്ടെങ്കിൽ അച്ഛൻ അത് പൂത്തി വെക്കാറുമില്ല അച്ഛൻ ചെലവാക്കാറുണ്ട് കേട്ടാ നല്ല വാടക വീട്ടിൽ താമസിക്കും കൊച്ചെന്തേലും പറഞ്ഞായിരുന്നോ ഒന്നുമില്ല പാലച്ചിന്റെ കാശുണ്ടെ പാലച്ചിന്റെ ഓർഡർ ഇട്ട് ഞാൻ എന്താണ് ഞാൻ പോണു അല്ല ഇങ്ങോട്ട് വന്നേ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വന്നേ അയൽവാസി മാത്രല്ല ബന്ധുവും കൂടെ ആയിപ്പോയെന്ന് പറഞ്ഞല്ലോ അല്ല ഈ വർത്താനവും പോക്കൊക്കെ കണ്ടിട്ട് അയൽവാസി എന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെ എത്തി നോക്കി അവിടുത്തെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും അസൂയ ഉണ്ടാവും ബന്ധു എന്ന് പറയുമ്പോൾ അത് ലോജിക്കല്ല കേട്ടോ പിന്നെ ഇത്രയും ഈ ക്യൂരിയോസിറ്റി എന്തിനാണ് പിന്നെ നടന്നു പോയപ്പോ പിറുപുറത്തേണ്ട ഏതൊക്കെയോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്തൊക്കെയോ ചെയ്ത പോലെ പിറുപുറത്തോണ്ട് പോണ എന്തിനാണ് അത് ഇവനെ മനസ്സിലായി അല്ല ഇവൻ ഇനി വല്ല പൈസ കളയുന്നുണ്ടോ ഓർഡർ ചെയ്ത് പക്ഷെ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ചേച്ചിയല്ലേ ഇവരുടെ അപ്പൊ ശ്രദ്ധിക്കണ്ടേ നീലമ്മ ഇല്ലാത്ത സമയത്ത് ഈ പിള്ളേർ വല്ല ഓർഡർ ചെയ്ത് പൈസ കളഞ്ഞാൽ ഇവള് വല്ല ക്രെഡിറ്റ് കാർഡ് ഒന്നും പറയാൻ പറ്റൂലല്ലോ ഇത്രയും കാലം അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്യോ ഇല്ലല്ലേ ഞങ്ങൾക്ക് തോന്നുന്നില്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല കാര്യമാണ് ചേട്ടത്തിയമ്മയല്ലേ എല്ലാം ശ്രദ്ധിക്കുക നല്ല കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് പോട്ടെ ഇങ്ങനെ ഇതെല്ലാം കഴിച്ചായിരുന്നോ കുഞ്ഞ് ചേട്ടൻ വല്ലതും തന്നായിരുന്നോ എന്നാ വാ തരാം എന്നാ പിന്നെ എനിക്കും വേണം വാ ആ ഹലോ ഇതെന്തത് മൊത്തം പർച്ചേസാ സൈറ്റിൽ പോകുന്ന വഴിയില്ലേ അവിടെ കടയിൽ എഴുതി വെച്ചിട്ട് 50% ഓഫർ ഒന്നും പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാം കൂടെ വാങ്ങാൻ കൂട്ടി ആ ദിയ പറഞ്ഞിരുന്നു ഒരു കടയിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട് എന്തായാലും പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലു കയ്യിലൊരു കട ഫുള്ളുണ്ടല്ലോ പപ്പയോട് പറഞ്ഞ സമയത്ത് ബാലച്ചനോട് പറഞ്ഞാൽ മതിയായിരുന്നു കടയിൽ പോകുന്ന കാര്യം മോക്കം വാങ്ങിച്ചിട്ടുണ്ട് അതായത് എനിക്കാ പിടിച്ചോ താങ്ക്സ് ആ എന്തിനാ ബാലു വെറുതെ കയ്യിലെ പൈസ കളഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നു വേണ്ടായിരുന്നു പൈസ എടുത്ത് കയ്യിൽ വെച്ചോണ്ടിട്ട് ഒന്നും വാങ്ങിക്കണ്ട ബാങ്ക് കൊണ്ട് ഇട്ടാൽ എന്നിട്ട് പറയാം എന്റെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറയാം ബാലു ആ കാര്യത്തിൽ ഞാനൊന്നും എഗ്രി ചെയ്യില്ല എന്താ അറിയോ പൈസ നമ്മൾ ഭാവിക്ക് വേണ്ടി എടുത്തു വെക്കണം ഒരു സേഫ്റ്റി വേണ്ടേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ ആണോ എനിക്ക് എപ്പോഴാ രാംകുമാറേ ഭാവിക്ക് എന്റെ പൈസ കൂട്ടി വെക്കുമല്ലേ പിന്നെ ഇപ്പൊ രാംകുമാറിന്റെ 1 ലിറ്റർ വെള്ളം കയ്യിരിക്കാണ് രാംകുമാറിന് ഇപ്പൊ നല്ല ദാഹം അപ്പൊ രാംകുമാർ വിചാരിക്കാണ് ഇപ്പൊ കുടിക്കണ്ട ഭാവിയിലേക്ക് കുടിക്കാന്ന് വിചാരിച്ചു വെച്ചാ കുടിക്കൂ നടക്കുമോ അത് എന്തായാലും വെള്ളം കുടിക്കും പക്ഷെ ഇതങ്ങനല്ലല്ലോ അതാണ് എന്നാ ഒരു ഫിലോസഫിയാ പണവും വെള്ളവും റിയൽ ജീനിയസ് പക്ഷെ ദിയ ഈ ഒരു കാര്യത്തിൽ ഞാൻ ബാലുവിന്റെ അടുത്ത് എഗ്രി ചെയ്യില്ല എന്താ അറിയോ വെള്ളം ഒരു ബേസിക് നീഡ്
പണം അങ്ങനെയല്ല, ബേസിക് നീഡല്ല. അത് ഫ്യൂച്ചറിൽ എപ്പോൾ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എടുത്തു വെക്കണം. ബാലുവച്ച പറയുന്ന കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിമണ്ഡലം പപ്പയ്ക്ക് വളർന്നിട്ടില്ല. ദിദിയ നീ മിണ്ടാണ്ടിരുന്നേ. നീ പപ്പയുടെ കളിക്കുന്നേ? പപ്പ ഇങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? അല്ല, നിന്റെ ബാലോചന ചെയ്യുന്ന മാത്രമാണ് എല്ലാം ശരി എന്നുള്ള നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ശരിയല്ല. രണ്ടുപേരും ഒരുപോലെ കാണണം. അതെ അതെ, ഞാൻ കാരണം ഇവിടെ വഴക്കുണ്ടാവണം, ഞങ്ങൾ പോയേക്കാം കേട്ടോ. അയ്യോ ബാലു, വഴക്കൊന്നും ഇനിയിപ്പോ ഇല്ല, ശരി ശരി, ഞാൻ പറഞ്ഞു. നമുക്ക് കാണാമല്ലോ. നമുക്കറിയാം. ഓക്കെ, അനിപ്പോ പോകണ്ടല്ലോ, കിട്ടിയല്ലോ. അല്ല, ഇത് ബാലുവച്ചന് സെലക്ഷൻ, ഇനി പപ്പയ്ക്ക് സെലക്ട് ചെയ്യാലോ. ആ ബെസ്റ്റ്. ഞാൻ വെള്ളം ഒഴിക്കട്ടെ. ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തേക്കാ. ഫിലോസഫി അല്ലേ, വെള്ളം എല്ലാം ഒന്നല്ലേ. പൈസയും വെള്ളം, ഇനിയിപ്പോ നമുക്ക് വെള്ളം മതി. നല്ല നല്ല സെലക്ഷൻ കേട്ടോ, അടിപൊളി. നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും കുട്ടിക്ക്. ഓ എനിക്കൊന്ന് വാങ്ങിച്ചോ. വെള്ളം തരാം. നല്ലപോലെ കുടിച്ചാൽ മതി. അച്ഛാ ആ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണ്. സൈസ് എല്ലാം കറക്റ്റ് തന്നെ? സൈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സൈസ്. ആ പക്ഷേ നീ ശ്രദ്ധിക്കണം കേട്ടാ, ഈടായിട്ട് തടി കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ. ബാലുവേ, എന്തോന്നത് കുറെ പൈസ ആയിട്ടുണ്ടല്ലോ ഇത് എല്ലാം കൂടി. ഇനി ഞാനല്ലേ പൈസ കൊടുക്കുന്നത്? ബാങ്കല്ലേ. ബാങ്കാ? ബാങ്ക് ഇങ്ങനെ പൈസ കൊടുക്കണ? എടി, ഞാൻ ഒരു ചെറിയ ബാങ്കിനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലേ, ലോൺ തരാം, ക്രെഡിറ്റ് കാർഡ് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു കാർഡ് തന്നു. അപ്പം അത് വെച്ചാലേ നമ്മളെ മൊത്തം പർച്ചേസ് ചെയ്യണത്. റെസ്റ്റോറൻറ്റ്, പിന്നെ പെട്രോൾ പമ്പ്, എയർപോർട്ട് വരെ പോവാം. എയർപോർട്ടിൽ പോണില്ലല്ലേ? അടുത്ത മാസം പോകണ്ടല്ലോ എഞ്ചിനീയറായിട്ട്. അപ്പോൾ എനിക്ക് ലോഞ്ചിൽ യൂസ് ചെയ്യാം. അടുത്ത മാസം എഞ്ചിനീയറായിട്ട് ഞാൻ എയർപോർട്ടിൽ പോകണ്ട്. അപ്പോൾ എനിക്ക് ലോഞ്ചിൽ ഇത് യൂസ് ചെയ്യാം. അല്ല, അങ്ങനെയാണെങ്കിൽ അച്ഛനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾ വരാം, അതാകുമ്പോൾ ഞങ്ങൾക്ക് യൂസ് ചെയ്യല്ലേ? ഇല്ല, അത് ഉള്ളി പാസഞ്ചേഴ്സിന് മാത്രമേ അകത്തേറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങളെപ്പോലെ ഒരുപാട് പർച്ചേസ് ചെയ്ത് തള്ളി മറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ബാങ്ക് കൊടുക്കുന്നതാണിത്. ഇത് മൊത്തം അങ്ങടാ നിന്നെ പർച്ചേസ് ചെയ്യാൻ നിന്നെ പണി കിട്ടും കേട്ടോ. അത് നീ വലിയ എംകോം കാര്യങ്ങളൊക്കെ സമ്മതിച്ച്, പക്ഷെ ഭാവിനെ ക്രെഡിറ്റ് കാർഡ് പഠിപ്പിക്കാൻ വേണ്ടിയേ നീ വളർന്നില്ല കേട്ടാ. ഭാവിനെ അറിയാം അങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണില്ല. പണ്ട് പോലെ നിന്റെ അടുത്ത് ആറ്റും ഇങ്ങനെ ചോദിച്ചോണ്ട് അങ്ങനെ ഭാരം അല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഹോൾഡറാണ്. 2 ഉണ്ട്, 1 പ്ലാറ്റിനം കാർഡാണ്. പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരെ പഠിപ്പിക്കൽ നിർത്തി, അനുഭവിക്കരുന്ന് എന്തെങ്കിലും പറ്റുമ്പോ. ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് അനുഭവിച്ചോളാം. എന്ത് കിട്ടിയാലും അനുഭവിക്കലല്ലേ. എന്നിട്ട് ബാക്കിയുള്ളത് തലവേദന മൊത്തം എനിക്ക് തലയിലിട്ട് വെച്ചിരുന്നാ നീ ചുമന്നോ നടന്നോ, ഇത് ജീവിതകാലം മുഴുവനും എനിക്കെല്ലാം ചുമക്കേണ്ടി വരും. അത് ഇതിപ്പോ താണ്ടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ. ഇത് ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിക്കാം. അരി, പഞ്ചാര, പയർ, കടല, സവാള, തക്കാളി, ഉരുവ, ക്യാരറ്റ്, കൺമേഷൻ, സിന്ദൂരം, വെണ്ടയ്ക്ക, പടവലം, പാവയ്ക്ക, വെള്ളരിക്ക, മത്തൻ, തേയില, പരിപ്പ്, പുളി, കായം, വെൺകടല, പപ്പടം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മട്ടേരി, വെണ്ടയ്ക്ക, വെളുത്തുള്ളി, വഴുതലങ്ങ, തേങ്ങ. പടവലം മാത്രം എഴുതിയാൽ മതി. അവിടെ വല്ല നേരത്തെ വായിച്ചു കേട്ടാ. ഇത് ക്രെഡിറ്റ് കാർഡൊന്നും വാങ്ങണ്ട. ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ വെച്ചത് ഞാൻ വാങ്ങിക്കോളാന്ന് ഇതൊക്കെ. ഞാൻ വാങ്ങിച്ചോളാം, നീ പോകരുത്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. വാങ്ങിക്കട്ടെ അമ്മ, അച്ഛനെ എന്നിട്ട് വാങ്ങിച്ചിട്ട് നീ അച്ഛനോട് അനുഭവിക്കടാ. പോയോ? പ്രാതരുണ്ട് മനുഷ്യന്. ഓറെ കാലമായി തുടങ്ങിട്ട് എപ്പോ നോക്കിലും ഓരോ പണി തരില്ല മനുഷ്യന്. ഞാനല്ലാണ്ട് നിങ്ങൾ ലോകത്താരും സഹിക്കൂല ഇങ്ങനെ. ക്രെഡിറ്റ് കാർഡ് കിട്ടിയാലും കുറ്റം. എന്താണേ ഫോണ് തീറ്റി കുറയണ കേട്ടാ. നിക്കടാ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കാവടാ. അച്ഛൻ അടുത്തന്നെ നിന്നോ. എല്ലാത്തിനും അച്ഛൻ ഇങ്ങനെ പൊക്കി വാനോളം പോയിട്ട് അവസാനം കൊണ്ട് താഴെ ഇടും. എന്നിട്ട് അവസാനം എൻ്റെ അതിലിട്ട് വരും. എന്നിട്ട് അവൻ കൈ കഴുകും എപ്പോഴും. സ്ഥിരമുള്ള പരിപാടിയാണ്. അച്ഛനെ പോകഴ്ത്താൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരുത്തൻ. ഇതെന്താ ടൈപ്പ് റൈറ്റിംഗ് അടിക്കാൻ? ആ വരണ്. എന്റെ പൊന്നമ്മ ഒന്നുമില്ലമ്മ, പോമ്മ. ചേടാ പിന്നെ ഈ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുമോ ഈ സാധനം വെച്ച്? എല്ലാം ചെയ്യണേ. അപ്പൊ ഓക്കെ. ഒന്നുമില്ല നിനക്ക്. അവൻ എന്താ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? അവൻ എന്തോ ഓർഡർ ചെയ്യുന്ന ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? ഒരു ബോധം എന്താ നീ ഇപ്പൊ ഓർഡർ ചെയ്യാൻ പറഞ്ഞത്? ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. തീരെ എന്ത് എപ്പോഴാണ് തിന്നാൻ വേണ്ടി അവന്റെ തീറ്റപ്രാന്തൊന്നും മാറ്റി. ഒരു ബോധം തള്ളയാണെന്ന് പറഞ്ഞിട്ട് പോയത്. അത് എന്നെ പറഞ്ഞാ മതി. ഇതിന്റെയൊക്കെ താളത്തിന് തുളണ എന്നെ വേണം തല്ല. അയ്യോ, ഇപ്പൊ ഉള്ളി വണ്ടി ഇടിച്ച് താഴെ വീണല്ലോ. ആക്സിഡന്റ് ആയനല്ലോ ഇപ്പൊ. ഉള്ളി എടുത്തോ? ഓഹോ, അപ്പൊ ഇവിടുത്തെ ഉള്ളി മൊത്തം തീർക്കണത് കുഞ്ഞാണല്ലേ? അച്ഛൻ്റെ ഈ പൈസ ഉണ്ടല്ലോ, അച്ഛനെടുത്ത് പറയാൻ പോലെ. ഇഷ്ടംപോലെ പൈസ ഉണ്ടോ അച്ഛൻ്റെ കയ്യില്? പിന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം അച്ഛനാണല്ലോ എപ്പോഴും മേടിച്ചേണ്ടത്. അമ്മ ഒന്നും മേടിക്കാറില്ലല്ലോ. മോയ്, ആ അമ്മ അമ്മ വൈകിട്ട് എപ്പോ ഓഫീസിൽ നിന്ന് വരും? ഓഫീസിൽ ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് തന്നെ വരും. എന്തുപറ്റി? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പടത്തിന് കയറാൻ പറ്റില്ലല്ലോ. പടത്തിനാ? പടത്തിനാരുമാണ്? അച്ഛൻ ബുക്ക് ചെയ്ത് നമ്മളെല്ലാരും പടത്തിന് വൈകിട്ട്. അച്ഛൻ എന്നോടൊന്നും പറയാൻ എന്ത് ബുക്ക് ചെയ്തപ്പോ?
അത് അപ്പൊ അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അച്ഛനെ തന്നെ നേരെ പറഞ്ഞുവിടുക. പിന്നെയാണ് അച്ഛന് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പടം ബുക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. ഞാൻ ഓഫീസിൽ നിന്ന് എപ്പോഴും വരണ ടൈമിലേ വരുള്ളൂ. പക്ഷെ അങ്ങനെ പടം മിസ്സായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബൊഫേ മിസ്സാവും. പടം കണ്ടു കഴിഞ്ഞിട്ട് അച്ഛൻ വലിയ ഏതൊരു ഹോട്ടലിൽ ബൊഫേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2-3 ദിവസം മുന്നേ അല്ലേ ഇവിടുന്ന് എല്ലാവരും കൂടെ പുറത്തു പോയി ഫുഡ് കഴിച്ചത്? അത് ഹോട്ടലല്ലേ അമ്മ, ഇത് ബൊഫേ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും കഴിക്കാമല്ലോ. ഞാൻ അതുകൊണ്ട് ഉച്ചയ്ക്കും രാവിലെയൊക്കെ കുറച്ച് കഴിച്ചാൽ മതി എന്നുള്ള പ്ലാനില്ല, വയറ് കാലിയാക്കിയിട്ടാലോ. ഞാൻ ഓഫീസിൽ നിന്ന് എല്ലാ ദിവസവും വരണ ടൈമിലേ വരുള്ളൂ. എങ്ങാനും നേരത്തെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ ഇറങ്ങാം. അമ്മ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഫുഡ് ഉണ്ടാക്കിയല്ലോ, ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്, അത് വേഗം ഇപ്പൊ തന്നെ. പിന്നെ പച്ചക്കറിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിക്കുള്ളത്. ഉണ്ടാക്കിയാ? എന്നാ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജ്. എന്തിന്? ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അടുക്കള ക്ലോസ് ചെയ്യുമ്പോ. അടുക്കള ക്ലോസ് ചെയ്യാനാ? പിന്നല്ലാതെ. ക്ലോസ് ചെയ്യാൻ അടുക്കളയല്ല, നിന്നെയൊക്കെ മിക്കവാറും ക്ലോസ് ചെയ്യും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. എന്തോന്നടാ ഇത്? ഞാൻ പറഞ്ഞ ഫുഡ് വേസ്റ്റ് ആണ്ടോന്ന് വിചാരിച്ചു പറഞ്ഞ. ചേട്ടാ ഇപ്പൊ അതും കുറ്റമായോ? പുറത്തെ ഫുഡെന്ന് കേട്ടപ്പോഴത്തേക്ക് അടുക്കള മൊത്തം ക്ലോസ് ചെയ്യാം. എല്ലാ ദിവസം അടുക്കള ക്ലോസ് ചെയ്തിട്ടേക്കടാ. നാളേക്ക് നാപ്പോട്ട് നീ അടുക്കള വന്ന് കയറുമല്ലോ. വെന്തോമ്മ ചോദിച്ചിട്ട്. എന്താ മുന്നിൽ പോയിക്കോട്ടാ, രാത് കയറി ഇരിക്കാൻ മനുഷ്യന്. ഉള്ളി എടുക്ക, ഉള്ളി അവിടെ കൊണ്ടുവന്നിട്ടേ ചെല്ല്. ഇട്ടില്ലല്ലേ കള്ളി, അതുകൊണ്ടങ്ങ് പോയല്ലേ. എന്റെ ദൈവമേ, 1500 ATV എന്ന് പറഞ്ഞപ്പോ ഇത്രയും രൂപ ചാർജ് ചെയ്താ? ഇത് കൊള്ളാല്ലേ? അല്ലേ ഇതെന്ത് ഫോൺ നോക്കി ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കണ്? രാഘുമാറേ, ഓ കാർഡ് വെച്ച് ATV കുറച്ച് പൈസ എടുത്ത് ചാർജ് ആണെങ്കിൽ എന്റെ പൊന്ന് ഇത്രയും വലിയ ചാർജാ. ATM ഡെബിറ്റ് കാർഡ് വെച്ച് കാശ് എടുത്തുന്നുണ്ടെങ്കിൽ ചാർജ് ഒന്നും വരില്ലല്ലോ. ഡെബിറ്റ് കാർഡ് അല്ല, പിന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് എടുത്തത്. ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് വെച്ച് ക്യാഷ് എടുക്കുമെന്ന് വായത്തൊന്നും ചാർജ് ഇടില്ല അവര്. അല്ല, അമ്മ ബാങ്കിൽ നിന്ന് വിളിച്ചോണ്ടിരുന്ന എടുക്കൂ വിളിച്ചോണ്ടിരുന്നതാ. അതൊക്കെ അവര് പറയോ? അവർക്ക് വേണ്ടത് ഈ ബിസിനസ് അല്ലേ, നമ്മൾ യൂസ് ചെയ്യണം, അപ്പോഴല്ലേ അവർക്ക് ചാർജസ് ഈടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി തൊട്ടേ കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കണം പരിപാടി നിർത്തിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കാർഡ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ഒന്ന് ജസ്റ്റ് പറയാൻ വിചാരിച്ചാണ്. എന്താ പറഞ്ഞാൽ നമ്മൾ 20 മൂർച്ചയുള്ളൊരു വാള് പോലെയാണ്, എപ്പോഴാണ് നമ്മളെ തന്നെ തിരിച്ചു വെട്ടുക എന്ന് പറയാൻ പറ്റില്ല. രാഘുമാറ, എനിക്ക് കാർഡിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലെങ്കിലും എനിക്ക് അല്ല പൈസ എടുത്തതിനെ കുറിച്ച് നഷ്ടം വന്നു. പക്ഷെ ആ കാർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോയെന്ന് ആലോചിക്കണം. അതൊക്കെ ഓക്കെ, പക്ഷെ ഞാനൊന്ന് വാൺ ചെയ്തെന്നുള്ളൂ ബാലുവിനെ. ഈ വാണിംഗ് തന്നെ ഞാൻ കൊച്ചുകുട്ടിയാ. രാഘുമാർ കുറെ നാളോട് ഞാൻ കാണണല്ലേ, ബാലു പിടിച്ച് അത് ഇതൊക്കെ. രാഘുമാർ എന്നെ അങ്ങനെ വാൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. രാഘുമാറെ, കാർഡിനെ പറ്റി ഏകദേശം ധാരണയൊക്കെ എനിക്കുണ്ട്. അബദ്ധത്തെ പറ്റി എത്രയല്ലേ ഉള്ളൂ. അല്ല, രാഘുമാറിന്റെ കാര്യം രാഘുമാർ നോക്കണുണ്ടോ? എന്ത് ഈ ഈടായിട്ട് ബിസിനസ് രാഘുമാർ തീരെ ശ്രദ്ധിക്കുന്നില്ല. ചുമ്മാ ക്രിക്കറ്റും കളിച്ച് ബാഡ്മിൻ്റനും കളിച്ച് പോണതാണ്. അത് കേൾക്കണ്ട, എനിക്ക് നന്നായിട്ട് അറിയാം. രാഘുമാർ ചെയ്ത് ബിസിനസ് ഇപ്പോൾ ബിസിനസ് ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. വിജയമലിയുടെ കാര്യം അറിയാമല്ലേ? വിജയമലിക്ക് നിന്ന് ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ പറഞ്ഞു കയറി. രാഘുമാർ പറക്കാനുള്ളതൊക്കെ ഉണ്ടാ? ഓണപ്പോൾ ഇംഗ്ലണ്ട് വല്ല ഉണ്ടാ? പോയി ബിസിനസ് ഇപ്പോൾ കറക്റ്റാണ് പറഞ്ഞത്. ഞാൻ ഒത്തിരി കൂടി എനർജറ്റിക് ആണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രാഘു ഡൗൺ ആയിട്ട് വരും, ബിസിനസ് ഡൗൺ ആയിട്ട് വരും. അത്രയും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു. ചെല് ബിസിനസ് ഐ ഹാവ് ടു ഡു ദിസ്. നാട് വലിയ ആളായിട്ട് നമ്മളെ ഉപയോഗിച്ച് ചെയ്യാൻ നോക്കണം. നമുക്കറിയണതല്ലോ കാർഡിനെ പറ്റി. അയ്യോ, ഇനി ഒരാഴ്ചത്തേന് എവിടെയും പോയി ബൊഫേ കഴിക്കൂലേ. അച്ഛനീ തന്നെ പറഞ്ഞത്. സത്യം പറഞ്ഞ ഈ ബൊഫയുടെ അവിടെ പായസം കൊണ്ടുവരുന്ന പറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നല്ലേടി? കഷ്ടം. എന്റെ പായസം ഉണ്ടെന്ന് നീ തിന്നൂല്ലേ? സിനിമയ്ക്കും ബൊഫയിലും ഒക്കെ പോയിട്ട് വെട്ടി വിഴുങ്ങിയിട്ട് വന്നിരുന്ന് വിശ്രമിക്കുമായിരിക്കും. സത്യം പറയാലോ, ടേസ്റ്റ് അപാര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബൊഫയൊക്കെ. നിന്റെ കണ്ണിൽ കുറച്ചെങ്കിലും ചോരയുണ്ടോ? നിന്നെയൊക്കെ ഞാൻ എവിടെയൊക്കെ കൊണ്ടിട്ടുണ്ടോടാ? ഒന്ന് വിളിച്ചോ നീ, ഞാൻ അപ്പുറത്തില്ലേ? അതിപ്പോ വേണ്ട, എല്ലാം പെട്ടെന്നായിരുന്നു. അമ്മ തന്നെ ഓട്ടോ വിളിച്ചാണ് ഓഫീസിൽ ഡയറക്റ്റ് അങ്ങോട്ട് വന്നത്. ആണോ നിലുമ? ഓ, ഇവിടെ ഇപ്പൊ പുറത്തു പോയി കഴിക്കലും ഓർഡർ ചെയ്യലും ഒക്കെ കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇപ്പൊ ഫ്രിഡ്ജിൽ കയറ്റില്ല. അല്ലമ്മ, അത് വേണമെങ്കിൽ ദിയ ചേച്ചിക്ക് കൊടുത്തിട്. ഈയടാ, നീ തന്നെ അങ്ങ് കഴിച്ചാ മതി. എന്റെ പൊന്നു ചേച്ചി, എന്റെ വയറ്റിൽ ഇച്ചിരിയെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നു ഞാനിത് കഴിച്ചേനെ. പക്ഷെ ഇപ്പൊ അതിനൊരു നിർവാഹവും ഇല്ല. ഇതോ കിയോന്ന് സാരിമാക്കി ദിയ ചേച്ചി കൊണ്ടുള്ള വണ്ടി വന്നപ്പോ. ഹലോ, ഇതെന്താ എല്ലാരും കൂടെ നേരത്തെ കയറി അകത്തേക്ക്? അയ്യോ, എന്ത് അനങ്ങാൻ പറ്റുന്നില്ല, വിശ്രമിക്കുക. എന്തു പറ്റി മോനെ? ബൊഫേ കഴിച്ചിട്ട്. ഓ, അത് തിന്നിട്ട് അനങ്ങാൻ വയ്യ, അതാണ് കാര്യം. എന്തൊക്കെ ഉണ്ടായിരുന്നു ബഫേല് കഴിക്കാന്? ബൊഫേല് ബീഫിന്റെ പല ഐറ്റം ഉണ്ടായിരുന്നു. ചിക്കൻ, മീൻ എന്നൊക്കെ പറഞ്ഞ എത്ര ടൈപ്പ് മീൻ. ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ടേസ്റ്റ്. പായസം ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു 4 ടൈപ്പ്.
അടിപൊളിയല്ലേ നീലു ശരിയാണ് എപ്പോഴും വീട്ടിനകത്തിരുന്ന് നമുക്ക് ബോറടിക്കൂലേ ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോയി നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യണം. എനിക്കത് അത്ര വലിയ രസമായിട്ട് തോന്നണില്ല. ഇവിടെ ഈ അച്ഛനും മക്കളും ഈ കാണിക്കുന്ന കോപ്പറയം കൊണ്ടേ എൻ്റെ പോക്കറ്റാ കാലിയായിക്കൊണ്ടിരിക്കണേ. ഞാൻ ഒരു സൈഡിൽ കൂടി എങ്ങനെയെങ്കിലും ചിലവ് എങ്ങനെ ചുരുക്കാം എന്നും പറഞ്ഞ് ചിന്തിച്ചടക്കുക. അപ്പൊ അച്ഛനും മക്കളും എങ്ങനെ കൂട്ടാന്നും പറഞ്ഞ് നടക്കണേ. അവിടെ പിന്നെ ആ ടെൻഷൻ ഇല്ല. മമ്മിയും പപ്പയും ഒരു ടൈപ്പ് ആയതുകൊണ്ടേ അതൊക്കെ ബാലൻസ് ചെയ്ത് പോയിക്കോളൂ. അവര് ഭാര്യയും ഭർത്താവും അങ്ങനെ ആയതുകൊണ്ടേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവിടെ അങ്ങനെയാണോ? ഉണ്ടാവോന്നു. ഒരാളൊരു കരയെ കൂടി ഇങ്ങനെ ലാഭിക്കുന്നു, മറ്റൊരാൾ ആ കരയെ കൂടി ഇങ്ങനെ ഒഴുക്കി വിടുന്നു. ഇത് മൊത്തം അച്ഛന്റെ കാർഡില്ലല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തോ കാർഡ് അവസാനം എന്താകുമെന്നറിയാം. നീലമ്മക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഏ? എന്നെ ഒന്ന് വിളിക്കായിരുന്നു. വിളിക്കാമായിരുന്നു. ഞാൻ അറിയണത് തന്നെ ഇവിടെ എല്ലാം കഴിഞ്ഞ് അവസാനം ഓട്ടോയ്ക്ക് വരാൻ പറഞ്ഞപ്പോഴാണ്. ഞാനിനി പോ ഇങ്ങോട്ട് കഴിക്കാൻ. പോക്കോ. പോ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ വരാം. ഓ നിർത്തി നല്ല കൂടണ്ട. എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത് പിന്നെ വാങ്ങിച്ചു തരാം. മിണ്ടാണ്ടിരിക്കും. ഓക്കെ. അതിന് അവര് പോക്കുണ്ട് മിക്കവാറും അതിന്. കേട്ടാ ഓക്കേന്ന് എന്നിട്ട് സ്ഥലം കൊണ്ട് വയറ്റില് ഓക്കേന്ന്. നിനക്ക് അനങ്ങാൻ വയ്യല്ലോടാ. കുഴപ്പമില്ല, ഞാൻ സ്ഥലം ഉണ്ടാക്കിക്കോളാം. സന്തോഷ നീ എന്തിനാ പൈസ തരാത്തത്ര? നീ പൈസ തരുമെന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ കാർഡ് വെച്ച് EMI ആയിട്ട് ഞാൻ ഫോൺ തന്നത്. പൈസ അടയ്ക്കാനെന്ത്? നാളെ പൈസ അടയ്ക്കേണ്ട ഡേറ്റ് ആണ് കേട്ടാ. മര്യാദയ്ക്ക് പൈസ ഇട്ട് തരണം. ക്രെഡിറ്റ് കാർഡിന്റെ പൈസ അടക്കാനായ ബില്ല് അടുത്ത ആഴ്ചയെ വരുള്ളൂ. ഈ സൈറ്റിലുള്ളവർക്ക് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് പൈസ തിരിച്ച് കിട്ടിയില്ല, പിരിഞ്ഞ് വന്നില്ല, ആകെ ഏണിയായിരിക്കുകയാണ്. ലോകത്തുള്ള സകല ഏണിയും ഹോൾസെയിലായിട്ട് മേടിക്കുന്ന ആളാണല്ലോ. എടി അവർക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇല്ലല്ലേ. അവരോരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV. പാവങ്ങളല്ലേ, അവർക്കൊന്നുമില്ല. അപ്പൊ നമ്മളെ സഹായിക്കേ. സാമൂഹ്യ സേവനവും തുടങ്ങി. സാമൂഹ്യ സേവനം എൻ്റെ കൂടെ ഉണ്ട്. ഒന്നെണ്ണം വെച്ചോ, അതും ക്രെഡിറ്റ് കാർഡ് വെച്ച്. അച്ഛൻ ഇലക്ഷന് നിൽക്കാൻ പോണുണ്ടോ? എന്താ ഇലക്ഷൻ? അല്ല ഞാൻ ചോദിക്കട്ടെ, സാമൂഹ്യ സേവനം ഇലക്ഷൻ നിൽക്കുന്നവർക്ക് മാത്രമേ ചെയ്യാവോ? എന്നെ കൂടെ പാവങ്ങൾക്ക് ചെയ്യണേ. കാർഡ് വെച്ചിട്ടുള്ള ഈ സാമൂഹ്യ സേവനം അത്ര നല്ലല്ലോ. അതെ, കാർഡ് വെച്ച് ഇത് ചെയ്യുമ്പോൾ ആലോചിക്കണം. കുറെ പണി കിട്ടും. ഇതിന്റെ കുറെ പണികളുണ്ട്. അതങ്ങനെ ഏറ്റന്ന് വാങ്ങി വെക്കല്ല കേട്ടാ. ബാലുവേ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കട്ടെ. അതിന്റെ ആവശ്യമില്ല. നോക്കട്ടെ. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള സാമൂഹ്യ സേവനവും പർച്ചേസിങ്ങും ഒക്കെ ഒന്ന് കാണുമല്ലോ. അത്ര നിർബന്ധമാണോ? നിർബന്ധമൊന്നുമില്ല, കാണിക്കാൻ പറ്റുമോ? എന്തോന്ന് പോലും ഇത് ഒരു മാസത്തെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. ഇത് തീരണില്ലല്ലോ, കാണ്ടായിട്ട് കിടക്കാനുള്ള. പൈസ ചെലവാക്കാൻ തന്നെയാണ് എനിക്ക് ബാങ്ക് കാർഡ് എനിക്ക് തന്നത്, ക്രെഡിറ്റ് കാർഡ് തന്നത്. ഇത് ആവശ്യങ്ങളൊന്നും അല്ല, അനാവശ്യങ്ങളാ. ഇത് നോക്കിയേ, ബീവറേജിന് 1650 രൂപ ഉണ്ടല്ലോ. അതെന്തിനാ? അത് അവിടെ പാലേജ് കിടന്നല്ല, അവിടെ പണിക്കാരെല്ലാം കൂടെ ഒരു വീട്ടില്. അപ്പൊ അവരെല്ലാം കൂടെ ഷെയർ ഇട്ട് പൈസ. എൻ്റെ ഒരു ഷെയർ ഇടാൻ പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പൈസ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഞാൻ കാർഡ് കൊടുത്തു. അത്രയും പൈസ എൻ്റെ കയ്യിലായില്ലേ, ഞാൻ ആവശ്യമായിട്ട് പോകില്ലേ. അപ്പൊ കാർഡ് കൊടുത്ത് വാങ്ങിച്ചത്. അപ്പൊ ഈ ബാറിൽ കാണാതാ, ബാറിൽ 3650. ഇത് ബാറിൽ 3000. ബാറിൽ എന്താ പറയുക, യോമാരെല്ലാം കൂടെ എന്നെ കുടിപ്പിക്കാൻ കൊണ്ടുപോയി. ഞാൻ പോയില്ല, എനിക്ക് കുറച്ച് കാശിരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാ കാർഡ് കൊടുത്ത് ഞാൻ വാങ്ങിച്ച്, അമ്മ പൈസ ഞാൻ വാങ്ങിച്ചു വെച്ച്. ഇപ്പൊ എല്ലാം കാർഡില്ലല്ലേ, കാർഡിലല്ലേ കളി കംപ്ലീറ്റ്. ഞാൻ പൊട്ടിയാണെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടാ. ഇതിനെല്ലാം പിന്നിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എവിടം വരെ പോകുന്നു നോക്കട്ടെ. ബാക്കിയോട് നോക്കമ്മ. നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് തീരണില്ലടേ, കുറെ ഉണ്ട് ഇത്. ഒരു മാസത്തേക്കാണ് ഇതേ തീരണില്ല. അത് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാണ്. അവർ എത്ര പെർസെന്റായി? 90%. ഞാൻ 5 പിടിച്ചു കഴിഞ്ഞാൽ 10%. 90%. 5 പിടിച്ചു കഴിഞ്ഞാൽ 10% ആകുന്നു. ഒരു 10 കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ 100% ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ എന്താണെന്ന്? അതിനെക്കുറിച്ച് വല്ല ബോധം ഉണ്ടാ? അടച്ചില്ലെങ്കിലേ കേസ് മണ്ണങ്ങോട്ടേക്ക് പിടിച്ചിട്ടങ്ങ് പോവും പോലീസ് വന്ന്. പിന്നെ ജയിലിൽ പോയി കിടക്കാം ഉണ്ടേ തിന്ന്. പിന്നെ കൊച്ചിന്റെ കല്യാണത്തിന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങണമെങ്കിലേ കൊച്ചി ജയിലിൽ വരണം. ആ കാർഡ് കണ്ടെന്നേ. എന്തിന് ആ കാർഡ് കണ്ടതാ? അത് ഞാൻ കൊണ്ടാ കൊടുത്തോളാം അവിടെ. അത് ക്യാൻസൽ ചെയ്യാം കാർഡ്. 2 കാർഡും എടുക്ക്. അത് വെച്ചുള്ള പരിപാടി ഇനി വേണ്ട. പരിപാടി ഇല്ല, ഞാൻ തരാം. അച്ഛാ, എന്റെ കല്യാണത്തിന് അനുഗ്രഹം വാങ്ങിക്കാന് ജയിലിൽ വരണോ അതോ ഇവിടെ കാണോ? പറ. ഇവിടെ കാണും.